15 വയസ്സ് പിന്നിടും മുമ്പേ 6 രാജ്യങ്ങളിൽ സെഞ്ചുറി. വൈഭവ് സൂര്യവംശിയുടെ സെഞ്ചുറി പ്രേമം ഒടുങ്ങാത്ത മട്ടാണ്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിലാണ് വൈഭവ് 2026 തന്റെ സെഞ്ചുറി വേട്ട ആരംഭിച്ചത്. ഇക്കുറി 74 പന്തിൽ അടിച്ചെടുത്തത് 127 റൺസ്, പായിച്ചത് 10 സിക്സും 9 ഫോറും, ബാറ്റ് വീശിയത് 171 സ്ട്രൈക്ക് റേറ്റിൽ. ഗാലറിയിലേക്ക് തുടരെ പന്ത് പ്രവഹിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. യൂത്ത് ഏകദിനത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്ന വലിയ നേട്ടത്തിൽ തൊട്ടിട്ട് 2 ദിവസം പിന്നിടുന്നേ ഉള്ളൂ. 15 പന്തിൽ 50 കുറിച്ച് അന്ന് തകർത്തത് ഏറെക്കാലം പഴക്കമുള്ള ഋഷഭ് പന്തിൻ്റെ റെക്കോർഡാണ്. ഇന്നലത്തെ സെഞ്ചുറിയിലും പിറന്നു ഒരു ലോക റെക്കോർഡ്. യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന നേട്ടമാണ് 14-കാരൻ വൈഭവ് എടുത്തെടുക്കെത്തിയത്. വൈഭവിനെ കുറിച്ച് ചർച്ചകൾ ക്രിക്കറ്റ് സർക്കിളുകളിൽ കൊടുമ്പിരി കൊള്ളവേ അണ്ടർ 19 ക്രിക്കറ്റിൽ തരംഗമാകുന്ന മറ്റൊരു പേര് കൂടിക്കൊണ്ട് ആരോൺ ജോർജ്. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഒരു മലയാളി താരത്തിന്റെ മാസ് എൻട്രി ഉണ്ടാകുമെന്നാണ് ആരോൺ ജോർജിനെ ചൂണ്ടി അണ്ടർ 19 ഏഷ്യ കപ്പിനിടെ കമന്റേറ്റർമാരിൽ ഒരാൾ പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കക്കെതിരായ 3-ാം ഏകദിനത്തിൽ വൈഭവിനൊപ്പം ആരോണിന് സെഞ്ചുറി കുറിക്കുന്നുണ്ട്. ഓപ്പണിംഗ് റോളിലെത്തിയ ഇരുവരും ചേർന്ന് 1-ാം വിക്കറ്റിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത് 227 റൺസാണ്. ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീഴ്ത്താൻ പ്രോട്ടിയാസ് ബോളർമാർ 26 ഓവർ എടുത്തു. ഒരറ്റത്ത് വൈഭവ് തകർത്തടിക്കുകയായിരുന്നെങ്കിൽ മറുവശത്ത് കാമായിരുന്നു ആരോൺ. 16 ഫോറുകൾ പറന്ന ഇന്നിംഗ്സിൽ ഒരൊറ്റ സിക്സർ പോലും ഉണ്ടായിരുന്നില്ല. 91 പന്തിൽ സെഞ്ചുറി കുറിച്ച ആരോൺ 106 പന്തിൽ അടിച്ചെടുത്തത് 118 റൺസ്, ബാറ്റ് വീശിയത് 111 സ്ട്രൈക്ക് റേറ്റിൽ. എ മെച്ചൂർഡ് ഇന്നിംഗ്സ്. യൂത്ത് ഏകദിനത്തിൽ ഇന്ത്യക്കായി ഒറ്റ മത്സരത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ആദ്യ ഓപ്പണിംഗ് പെയറാണ് വൈഭവ് ആരോൺ ജോഡി. 63 പന്താണ് ഇന്നലെ സെഞ്ചുറിക്കായി വൈഭവ് എടുത്തത്. കഴിഞ്ഞ അണ്ടർ 19 ഏഷ്യ കപ്പോടെയാണ് ആരോൺ ജോർജ് എന്ന പേര് ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ നിറയുന്നത്. പാകിസ്ഥാനെതിരായ ഒരു മത്സരത്തിൽ ഓപ്പണർ വൈഭവ് 5 റൺസ് എടുത്ത് പുറത്താകുന്നു. 1 ഡൗൺ ആയി ക്രീസിലെത്തിയത് ആരോൺ. പാക് ബൗളർമാരായ മുഹമ്മദ് സയ്യാമും അബ്ദുൽ സുബ്ഹാനും നിക്കാബ് ഷഫീഖും ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് ക്രീസിൽ വീണുപോകാതെ ആരോൺ നിലയുറപ്പിച്ചു. ക്യാപ്റ്റൻ ആയുഷ് മാത്രയ്ക്കും 5-ാം വിക്കറ്റിൽ അഭിഗ്യാൻ കുണ്ടുവിനുമൊപ്പം നിർണായക കൂട്ടുകെട്ടുകൾ. 88 പന്തിൽ 12 ഫോറും 1 സിക്സറും അടക്കം 85 റൺസാണ് അന്ന് ആരോൺ അടിച്ചെടുത്തത്. ഇന്ത്യ 90 റൺസിന് ജയിച്ച ആ മത്സരത്തിൽ ആരോണിന്റെ ഇന്നിംഗ്സ് വലിയ പ്രശംസ പിടിച്ചു പറ്റി. സമ്മർദ്ദഘട്ടങ്ങളിൽ ക്രീസിൽ താരം പുലർത്തുന്ന പക്വതയെ അന്ന് പലരും അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. വൈഭവ് വെടിക്കെട്ട് സെഞ്ചുറി തീർത്ത് ഇന്ത്യക്ക് 234 റൺസിന്റെ കൂറ്റൻ ജയം സമ്മാനിച്ച UAEക്കെതിരായ മത്സരത്തിലും ആരോൺ അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു. 73 പന്തിൽ 1 സിക്സറും 7 ഫോറും അടക്കം 69 റൺസാണ് അന്ന് താരം ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത്. പിന്നീട് അണ്ടർ 19 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചു. മാവേലിക്കര സ്വദേശിയായ ഈശോ വർഗീസിന്റെയും കോട്ടയം സ്വദേശിനിയായ പ്രീതി വർഗീസിന്റെയും മകനായ ആരോൺ ജനിച്ചത് കേരളത്തിലാണെങ്കിലും താരത്തിന്റെ ക്രിക്കറ്റ് സഞ്ചാരങ്ങൾ ഹൈദരാബാദിനൊപ്പമായിരുന്നു. ഹൈദരാബാദിനായി യൂത്ത് ലെവലിൽ നടത്തിയ സ്ഥിരതയാർന്ന പ്രകടനങ്ങളാണ് റൈറ്റ് ഹാൻഡഡ് ടോപ്പ് ഓർഡർ ബാറ്ററായ ആരോണിന് ഇന്ത്യൻ അണ്ടർ 19 ടീമിലേക്കുള്ള വാതിൽ തുറന്നത്. കഴിഞ്ഞ വർഷം ഹൈദരാബാദ് വിനു മങ്കാത്ത് ട്രോഫിയിൽ മുത്തമിട്ടത് ആരോണിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. കഴിഞ്ഞ 2 സീസണുകളിൽ 341ഉം 373 റൺസുമായിരുന്നു ടീമിനായി ആരോണിന്റെ സംഭാവന. യൂത്ത് ലെവലിൽ ഹൈദരാബാദിന് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ബാറ്ററായി ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആരോൺ വളർന്നത്. ഒപ്പം താരത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും സെലക്ടർമാരുടെ റഡാറിൽ പേര് പതിക്കാൻ കാരണമായി. 2022-23 സീസൺ വിജയ് മർച്ചന്റ് ട്രോഫിയിൽ ബീഹാറിനെതിരെ നേടിയ ട്രിപ്പിൾ സെഞ്ചുറിക്ക് ശേഷം യൂത്ത് ലെവലിൽ ഹൈദരാബാദ് നിരയിലെ സ്ഥിരം സാന്നിധ്യമാണ് ആരോൺ. ആരോൺ ജോർജ് എന്ന പ്രതിഭയുടെ വളർച്ചയിൽ അച്ഛൻ ഈശോ ജോർജ് കൈപിടിച്ചെന്നും കൂടെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആവാൻ കൊതിച്ച ഈശോയ്ക്ക് കൃത്യമായ പിന്തുണ ലഭിക്കാത്തതിനാൽ തന്റെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. തനിക്ക് പൂവണിയിക്കാനാകാത്ത സ്വപ്നങ്ങളെ മകനിലൂടെ പൂവണിയിക്കുകയായിരുന്നു പിന്നെ ആ പിതാവ്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ഇതിഹാസം AB de വില്ലിയേഴ്സിന്റെ കടുത്ത ആരാധകനാണ് ആരോൺ ജോർജ്. ഹിസ് എബിലിറ്റി ടു ഹിറ്റ് എനി ബോൾ എനിവർ, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സ്കിൽ. മൈതാനത്ത് AB de ശാന്തത എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഘർഷങ്ങൾക്ക് വഴിമരുന്നിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആയിരുന്നു. AB de കുറിച്ച് പറയാൻ ആരോണിന് എപ്പോഴും 100 നാവാണ്. ഈ മാസം പകുതിയോടെ ആരംഭിക്കുന്ന അണ്ടർ 19 ലോകകപ്പാണ് ഇനി ആരോണിന്റെ അടുത്ത പോരിടം. വിശ്വവേദിയിലും ആരോൺ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുക്കുമെന്ന പ്രത്യാശയിലാണ് ആരാധകർ.